അങ്ങനെ എൻ്റെ മുത്ത് ഇപ്പൊ സ്റ്റൈലിഷ് ആയോ നോക്കിയേ. ഞങ്ങൾ ഇവിടെ ഹോങ്കോങ്ങിൽ വന്ന് ഗംഭീര ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഋഷിയുടെ തൊപ്പി, ജാക്കറ്റ്, ഷൂസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഋഷിക്കിട്ടിനെ സ്റ്റൈലിഷ് ആക്കി. പാന്റ്, പുതിയ ജീൻസ് ആണ്. ഇതിങ്ങനെ തുറന്നിടണം എന്നാലും ഇതിന്റെ മാല ഇതൊക്കെ കാണുള്ളൂ. തണുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് തുറന്നിട്ടാലേ ഇതിന്റെ മാലയൊക്കെ കാണുള്ളൂ. ഞങ്ങൾ ലെഗോലാൻഡിലേക്ക് നടക്കുകയാണ്. ലെഗോലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലുണ്ട് ലെഗോലാൻഡ്. അപ്പോൾ കുട്ടികൾ ആയിട്ട് പോകാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ലെഗോലാൻഡ് എന്ന് പറഞ്ഞ് കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൊച്ച് ലെഗോസ് ഒക്കെ കളിക്കാറൊക്കെ പ്രായമായോ? ആയി അല്ലേ? ആയി കാണുമായിരിക്കും. ലെറ്റ്സ് ഗോ. ഇത് ഹോങ്കോങ് സ്പേസ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതിന് മുമ്പിൽ ഒരു ബോർഡുണ്ട്, പോലീസ് ഡ്രോൺ ഇൻ ഓപ്പറേഷൻ എന്നും പറഞ്ഞുകൊണ്ട്. അതായത് പോലീസ് ഡ്രോൺ പറത്തുന്നുണ്ടെന്ന്. വലിയ വലിയ കെട്ടിടങ്ങൾ കണ്ടില്ലേ? ഈ സിംഷാസുയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും ഈ കടലിടുക്കിന് സമീപത്തായിട്ട് ഭയങ്കര രസമുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ആ കാണുന്നത് ഇതൊക്കെ പലതും ഹോട്ടൽസും അങ്ങനെ ഓഫീസ് ബിൽഡിങ്ങുകളും ഷോപ്പിംഗ് മാളുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. എല്ലാവരും മറ്റേ സിഗ്നൽ തെളിയുമ്പോൾ മാത്രമേ വണ്ടി ക്രോസ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ പച്ച വീഴുമ്പോൾ മാത്രമേ പെഡസ്ട്രിയൻസും നടക്കത്തുള്ളൂ. ഹോങ്കോങ് മ്യൂസിയം ഓഫ് ആർട്ട് ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കയറാം. ഇങ്ങനെ കുറേ മ്യൂസിയങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇതൊക്കെ ഈ ലെഗോലാൻഡിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ദെയർ. നമ്മളിപ്പോൾ ലെഗോലാൻഡിലേക്ക് കയറാൻ പോവാണ്. ലെഗോലാൻഡ് ഡിസ്കവറി സെൻറ്റർ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുട്ടികൾക്ക് ക്രിയേറ്റ് ആൻഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറുന്നതിന് വേണ്ടി ഒരു 25% ഡിസ്കൗണ്ട് കിട്ടും. എനിക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുന്നെങ്കിലും ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് കുട്ടികളുടെ ടോയ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഈ ലെഗോസ് എന്ന് പറയുന്ന സാധനം. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഹായ്, ഇസ് ദിസ് ദ എൻട്രൻസ്? Yes. Okay, so we need tickets for 3 of us. So if only the admission ticket is 250. Yeah, only the admission. What else do you have? Package. The price is also per person. Okay. And A also have a snack and a drink. B is the little figure. Like this one is random if you want. And C can play the VR. Okay, so you give like these kind of things. Yeah, because Just it's what? Random. Huh? It's random, not this one. Okay. It's random. It's random. Okay. So you give one each. Yeah, if you choose B, Okay. you will get 1 minute. Okay. Fine. That's no. So the kids also the same, right? Same price. Same price. Okay, fine. You can give me 3 tickets. So for the minifigure or only the admission ticket? The minifigure snack portion is also included. No. No, it's separate. No, just admission is fine. Only the ticket? Yeah, only the admission. Yeah. Lego minifigure. Okay, give me the Lego minifigure. Yeah. So free also choose the minifigure? Yeah. ഒരാൾക്ക് 3200 രൂപ തരും. ശരിക്കും നേരത്തെ ബുക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു 500-600 രൂപ കുറഞ്ഞു കിട്ടിയേനെ. നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. 3 പേര് കയറുമ്പോഴത്തേക്കിന് 10,000 രൂപയായി ഗൈസ്. മിണ്ടിയ പൊറോട്ട എന്ന് പറയുന്ന പോലെ. ഐ ഹോപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നകത്ത്. നമുക്ക് അറിയില്ല എങ്ങനെ പരിപാടി എന്നുള്ളത്. ആ സാധനം എടുത്ത് തരുന്നതിന് വേണ്ടിയാണ് അത്രയും കാശ്. മിനി ഫിഗർ അല്ലേ? Free minifigure. Oh wow, okay. Oh Rishi, you got 3 minifigures? Come. So is it having any other activities included? Sorry? Any activities included? No, only the minifigure. Only the minifigure, right? Okay, fine. Okay, thank you. ദൈവമേ, ഇതിനാണ് ഇത്രയും പൈസ വാങ്ങിച്ചത്? ഈ ഒരു സാധനത്തിനോ? പിന്നെ $5 ഇതിന് ഒരാൾക്ക്. സോ ബേസിക് അങ്ങനെയാണല്ലേ പരിപാടി. അടിപൊളി, നൈസ്. അതാരാ അത്? ചേട്ടാ നീ നോക്കടി, ഒരു കാര്യം നോക്ക്. അവിടെ ആണിന്റെയും പെണ്ണിന്റെയും രൂപ ഇരിപ്പുണ്ട്. അവൻ ആ പെണ്ണിനെയാണ് പോയി കെട്ടിപ്പിടിച്ചത്. ഐ അപ്രീഷിയേറ്റ് യു മാൻ, അപ്രീഷിയേറ്റ് യു. അകത്ത് കയറി വരുമ്പോൾ തന്നെ കുറെ സ്ഥലത്ത് ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ലഘുവായിരിക്കും. ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇനി ഉണ്ടാകുകയെന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് പോയി നോക്കണം. അതായത് കംപ്ലീറ്റ് ലെഗോസ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കിടിലൻ സെറ്റപ്പാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഒരു ലെഗോ വേൾഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ കാണുന്ന, ഓ മൈ ഗോഡ്, എന്തോന്നടേ ഇത്? അതായത് ഇതിനകത്തൊക്കെ കുട്ടികൾ കയറി അലമ്പാക്കാതിരിക്കാൻ വേണ്ടി മൊത്തം ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ട്, അതായത് ഹോങ്കോങ് നഗരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൊത്തം അതാണ് സംഭവം. അത് കണ്ടോ, ആ കാണുന്നത് ഇവിടുത്തെ ഫെറസ് വീലാണത്. പിന്നെ ഹോങ്കോങ്ങിന്റെ ആ ഒരു പഴയ നൗകകളും പിന്നെ ഫ്ലോട്ടിംഗ്
ജെട്ടിയാണെന്ന് തോന്നി കാണുന്നത്. പിന്നെ ഇവിടുത്തെ വാട്ടർ ജെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാനുള്ള ഒരു വാട്ടർ ജെറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ പല പല കെട്ടിടങ്ങളും മന്ദിരങ്ങളും ആ മണിമാളികകളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം അവർ ലെഗോസ് ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വാവ്, ഇതെന്താ, ഇതാരാ? ഓ മൈ ഗോഡ്, തൊടാൻ പറ്റൂല. ഇതിനകത്ത് പല ടണൽസും പല പല പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഇരിക്കാം. ശരിക്കും ഇതെല്ലാം ലെഗോ ആണോ ശ്വേത? ശ്വേത വീട്ടില് ഋഷിക്ക് കിട്ടിയ ടോയ്സ് ഒക്കെ ശ്വേതയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീട്ടില്. ശരിക്കും ഇത് ശ്വേതയ്ക്ക് വേണ്ടി വന്നതാണോ നമ്മൾ ഋഷിക്ക് വേണ്ടി വന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രം കണ്ടോ, ആ ഒരു ചിത്രമാണ് ശരിക്കും നമുക്ക് അതിന്റെ റിപ്ലിക്കയാണ് അവരിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, അതിനകത്ത് ഓരോ ഡീറ്റെയിലിംഗ് ഉണ്ട്, കണ്ടില്ലേ? ഓരോരോ സംഭവങ്ങളും ഡീറ്റെയിലിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ചൈന ടൗൺ ഏരിയ ആണെന്ന് തോന്നുന്നത്. അതില്ല, ചൈന ടൗൺ ചൈനീസ് ആണല്ലോ ഇവിടെ. അതിന്റെ സംഭവങ്ങൾ ഇവിടെ ആ ഓരോ ഡീറ്റെയിലിംഗ് നോക്കി. അതായത് ഇതിനകത്ത് ബിൽഡിങ്ങിന്റെ അവിടെ വെച്ചിരിക്കുന്ന AC, പിന്നെ ഇതിനകത്തെ സംഭവങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സംഭവം ഫ്ലോട്ടിങ്ങിൽ വരെ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ. ഓ ഗൈസ്, അവിടെ ട്രെയിൻ കിട്ടി. നോക്കൂ ട്രെയിൻ. ഇതേടാ, അവിടെ ട്രാമ കയറി പോകുന്നത്. അത് ട്രാം അല്ലേ? അത് മറ്റേ ട്രാം അല്ല, മറ്റേ ഈ സാധനം. അത് മറ്റേ ഇതാണ്, മറ്റേ ഇത് എന്താ പറയാ, നമ്മള് പഴനിയിലൊക്കെ ഉള്ള പോലത്തെ വിഞ്ചുണ്ടല്ലോ, ആ സാധനം. അത് ആ മലയുടെ മേളിൽ കയറി പോകുന്ന സാധനം. ഓ, അവൻ ഹാപ്പിയായി. അത് മെട്രോ സ്റ്റേഷനാ കേട്ടോ. മെട്രോ സബ്വേ ആണ്. സബ്വേ ഈ ഭൂമിക്കടിയിലൂടെ പോകുന്ന ട്രെയിനിന് സബ്വേ എന്ന് പറയും കേട്ടോ. മുകളിലൂടെ പോകുന്നതിനാണ് മെട്രോ. അങ്ങനെയാണേ. അപ്പൊ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഋഷിക്ക്. അത് സബ്വേ. ഇത് ഭൂമിക്കടിയിലെ സബ്വേ സ്റ്റേഷനാണേ. അതിനകത്ത് തന്നെ ഓരോ ആൾക്കാർ നിൽക്കുന്നതും ഒക്കെ. ഇതെല്ലാം ലെഗോ ബ്ലോക്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണോ, ഇൻക്ലൂഡിങ് ദ ട്രെയിൻ. ആ ട്രെയിനിന്റെ റെയിൽ പാലം, എല്ലാ സംഭവങ്ങളും ലെഗോ ബ്ലോക്സ് വെച്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇതാണ് സംഭവങ്ങൾ. രാത്രി, അതായത് ഇവിടെ നിൽക്കുന്ന നേരം കൊണ്ട് ഇതിങ്ങനെ രാത്രിയാവും പകലാവും പല ലൈറ്റ് വരും. രാത്രി ആകുമ്പോഴത്തേക്കിനും ആ വീടിനകത്തും ബിൽഡിങ്സിന്റെ ഒക്കെ അകത്ത് ലൈറ്റ്സ് വന്ന കണ്ടില്ലേ. 7-Eleven വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? 7-Eleven വരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ട്രെയിൻ അടിപൊളി. ആ സബ്വേ സ്റ്റേഷൻ അവര് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഡോൾഫിൻസ് ചുറ്റിക്കറങ്ങുന്നുണ്ടോ? അതും ലെഗോ ആണ്. ഇത് ഇവിടെ മലമുകളിലുള്ള ഒരു ബുദ്ധനാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ഔട്ട്ഡോർ സീറ്റിംഗ് ബുദ്ധ സ്റ്റാച്ചു ആണ്. നമ്മൾ ഇത് റിയൽ ആയിട്ട് കാണാനായിട്ട് പോകും. ഇതൊരു എയർപോർട്ടിനടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ആ വില്ലേജിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന പടികൾ കയറി വേണം മുകളിൽ പോകാനായിട്ട്. ഇത് നോങ്പിങ് വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ അടുത്ത ദിവസം പോകും. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് നോങ്പിങ് വില്ലേജ് എന്ന് പറയുന്നത്. നമ്മൾ എയർപോർട്ടിന് അവിടെ നിന്ന് കേബിൾ കാറിൽ വേണം ഈ മലമുകളിൽ ഇവർ ചെയ്തിരിക്കുന്ന ഈ വില്ലേജിലേക്ക് പോകാനായിട്ട്. എന്താ അത്? ഹോട്ടലാണോ? വാവ്. 129 മണിക്കൂർ എടുത്തിട്ടാണെന്ന് ഈ കംപ്ലീറ്റ് ഒരു ഏരിയ ഇവരിവിടെ ബിൽഡ് ചെയ്തെടുത്തത്. ഇത്രയും സ്ഥലം ലെഗോസ് വെച്ചിട്ട്. ഇതിവിടെ ഹോങ്കോങ്ങിലെ ഹാപ്പി വാലി റേസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഹോങ്കോങ്ങിൽ റേസ് കോഴ്സ് ഉണ്ട്. ആ റേസ് കോഴ്സിൽ ഈ കുതിരപ്പന്തയൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയ ആണ്. അതായത് ഇവിടെ ബേസിക്കലി ഹോങ്കോങ്ങിൽ തന്നെ പല സ്ഥലങ്ങളും ലെഗോസ് യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അതാണ് നമുക്ക് ഇവിടെ ബേസിക്കലി കാണാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും ഒരു MRT സ്റ്റേഷന്റെ താഴെയുള്ള ഏതൊരു അണ്ടർഗ്രൗണ്ട് സ്പേസ് എടുത്തിട്ടാണ് ഇവർ ഇതിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മളെന്തോ ഒരു ഷൂട്ടിംഗ് ഗെയിം എന്ന് പറഞ്ഞ എന്തോ ഒരു പരിപാടിയുണ്ട്, അവിടേക്ക് വന്നിരിക്കുകയാണ്. ആരെയാ വെടിവെക്കണ്ടേ? ഞാൻ വെടിവെച്ചിട്ടൊന്നും പോകുന്നില്ലല്ലോ. എവിടെ പ്രസ് ചെയ്യണ്ടേ? ഇതിലല്ലേ പ്രസ് ചെയ്യണ്ടേ? ഇത് പിടിച്ച് വെടിവെക്കേ. ഡിഷും ജയ്. ആ റെഡ് ലൈറ്റ് കാണുന്നിടത്ത് ഉമ്മാരെ വെടിവെച്ചല്ലേ. കൊല്ലെ എല്ലാരെയും വെടിവെച്ചു കൊല്ലേ. അപ്പൊ ഇതിങ്ങനെ ഒരു വണ്ടിയിൽ പോയിട്ട്, അപ്പൊ ഇത് ഫ്രീ അല്ല, ഇത് ഇൻക്ലൂഡഡ് ആണേ. നമ്മളിതൊരു വണ്ടിയിൽ പോയിട്ട് വെടിവെക്കണം കേട്ടോ. നിനക്ക് റെഡ് ഡോട്ട് കണ്ടോ ഋഷി? ആ റെഡ് ഡോട്ട് കാണുന്നിടത്ത് വെടിവെക്കണേ. മരെ വെടിവെക്കണേ. ഇങ്ങനെ വെടിവെക്കണം. ഇങ്ങനെ കേട്ടോ. ചാവുന്നില്ലല്ലോ പക്ഷെ അത് വെടിവെച്ചിട്ടൊന്നും. ഓ, സ്റ്റോണിലാ വെടിവെക്കണ്ടല്ലേ. ഇപ്പോഴാ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓ വാവ്, ഇതൊക്കെയാണോ ഇത്? എന്തുവാടാ ഋഷി ഇത്?
എന്തുവാടാ ഇത്? പേടിയാത്. പാവ ഋഷിക്ക് വേദനയില്ല, പേടിയാവുന്നെന്ന്. ആ വെടിവെച്ചോ എല്ലാത്തിനെയും വെടിവെച്ചോ. ആ നമ്മുടെ ഫോട്ടോ എടുത്ത് അവരുടെ കല്ലൽ വെടിവേ ഇടി എല്ലാത്തിനെയും വെടിവെക്ക്. തകർക്ക് ഡിങ് 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 ഡിങ്. ഓ ഡിങ് 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 ഡിങ്. നമ്മളെല്ലാരും വെടിവെച്ചാ. അയ്യോ എന്തൊക്കെയാ സൗണ്ട് കേൾക്കുന്നത്. എന്തുവാടാ അത്? ഗെയിം കളിച്ച് വെടിയെല്ലാം വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും വീണ്ടും പോയി 2500 രൂപ ഫോട്ടോ എടുത്ത്. ഇവര് നമ്മൾ എവിടെ വന്നാലും ഫോട്ടോ എടുക്കുമല്ലോ. ആ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഫോട്ടോ കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണമല്ലോ, വെറുതെ അല്ലല്ലോ. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് പൈസ, അത് എല്ലാത്തിനും പൈസയാണ്. അത് ഞാൻ ഈ എന്താ പറയുക കണക്ക് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് കേട്ടോ. കണ്ടോ ഋഷി ഈസ് പ്ലേയിങ് വിത്ത് ലെഗോസ് നൗ. അത് ഋഷി ഉണ്ടാക്കിയതാണോ? വാവ്. ഋഷി ഒരു ട്രെയിൻ ഉണ്ടാക്കാമോ? Can you make a train? ഇവിടെ കുറേ ലെഗോസ് ഇട്ടിട്ടുണ്ട്. ഈ ലെഗോസ് വെച്ചിട്ട് കിഡ്സ് ക്യാൻ പ്ലേ. ഇതൊക്കെ പിള്ളേർ അടിച്ചു മാറ്റി കൊണ്ട് പോകത്തില്ലേ? ഇല്ലല്ലേ ആരും ചെയ്യത്തില്ലായിരിക്കും അല്ലേ? ഋഷിക്ക് 4 വയസ്സായതുകൊണ്ട് ഋഷിക്ക് അറിയാം ഇത് വായിലിട്ടാൽ കുഞ്ഞിക്ക് പോകുന്നറിയാം. അതുകൊണ്ട് ഐ വിൽ നോട്ട് റെക്കമെൻഡ് യു ടു കം വിത്ത് കുഞ്ഞു പിള്ളേരെ. ഋഷി അത് 1 year ഒക്കെ ഒരു 3-4 വയസ്സെങ്കിലും ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ റെക്കമെൻഡബിൾ ഉള്ളൂ. കാരണം പിന്നെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഗൈസ് നിങ്ങൾക്കറിയോ, ഞാൻ ഇവന് കിട്ടിയതാണ് ബർത്ത്ഡേക്ക് ലെഗോസ്. അപ്പം ഞാൻ പറഞ്ഞ് ആ കാർ ഞാൻ 2 കാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഋഷിക്ക് വേണ്ടി. മടിയിലല്ല, സൈഡിൽ ഇരുന്നാൽ. ഓ അവിടെ ഇരിക്കുള്ളൂ, മടിയിലേ ഇരിക്കുള്ളൂ. ഇല്ല അവിടെ ഇരിക്കാം. അത് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. നമുക്ക് മനസ്സിലായില്ല, അവന് മനസ്സിലായി. നൈസ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഈ ലെഗോലാൻഡ് എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു തീം പാർക്കിന്റെ ചെയിനാണ്. അതായത് മെർലിൻ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ കീഴിലാണ് ഈ ഒരു ലെഗോലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 2 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ശരിക്കും വരേണ്ടത് ഇത് ഡിസ്കവറി സെന്ററിലല്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവരുടെ ഡിസ്കവറി സെന്ററിലാണ്. ആ ഡിസ്കവറി സെന്റർ എന്ന് പറഞ്ഞാൽ ഇൻഡോർ സ്പേസ് ആയിരിക്കും ഇതുപോലത്തെ. പക്ഷേ ഈ ഡിസ്കവറി സെന്ററിലല്ല ശരിക്കും വരേണ്ടത്. ഇവരുടെ തീം പാർക്കിൽ പോകണം. ഇവരുടെ തീം പാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്സസിബിൾ ആയിട്ടുള്ളത് മലേഷ്യയിലെ ജോഹോർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സിംഗപ്പൂരിൽ നിന്ന് ജസ്റ്റ് ഒരു ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മലേഷ്യയിലെ ജോഹോറായി. അവിടെയാണ് നമുക്ക് നിയർ ബൈ ആയിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം ഉള്ളത്. സിംഗപ്പൂരിന് തൊട്ടടുത്താണ്. കോലാലംപൂരിൽ നിന്ന് വരികയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. കോലാലംപൂരിൽ നിന്ന് കുറേ ഡ്രൈവ് ചെയ്ത് സിംഗപ്പൂരിന് അടുത്ത് വരെ പറഞ്ഞാൽ എന്നാലേ പോകാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ തന്നെ ഇത്രയും പൈസ ആയതുകൊണ്ടെങ്കിൽ ലെഗോലാൻഡിൽ കയറാൻ എത്ര പൈസ ആവുമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ആണല്ലേ, മലേഷ്യ ആയതുകൊണ്ട് ചിലപ്പോൾ ചീപ്പർ വേർഷൻ ആയിരിക്കും. അതാണ് ആക്ച്വലി പോകേണ്ട സ്ഥലം. ഞാനിത് എത്രയും ഭയങ്കര സംഭവമൊക്കെയാണെന്നൊക്കെ കരുതിയ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഇവരുടെ ഭയങ്കര സംഭവമാണ്. ഇവരുടെ കുറേ തീംഡ് റൈഡ് അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. പിന്നെ ഇവരുടെ ഡിസ്കവറി സെന്റേഴ്സ് കുറേ സ്ഥലത്തുണ്ട്. അതിനകത്തൊന്നാണ് നമ്മളിപ്പം കയറിയിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആക്ച്വലി ഞാനിത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമില്ല. പിന്നെ അത്രയ്ക്ക് ലെഗോ ക്രേസ് ഉള്ള ആൾക്കാർ മാത്രം ഇവിടെ വന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പൈസ കളയാന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡിസ്നി വേൾഡ് പോലെ തന്നെ ഒരു സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലെഗോലാൻഡ്. അതായത് തീം പാർക്കും റിസോർട്ടുകളും ഒക്കെ ആയിട്ട് പല സ്ഥലത്ത് യുണീക്ക് ഹോട്ടൽസ്, ലെഗോ തീമിലുള്ള യുണീക്ക് ഹോട്ടൽസ് ഒക്കെ പണിത് അവരുടെ ആ ഒരു ബ്രാൻഡിനെ അവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ കാലിഫോർണിയ, ഫ്ലോറിഡ, ന്യൂയോർക്ക് എന്നീ സ്ഥലങ്ങളിൽ ഇവരുടെ സംഭവമുണ്ട്. പിന്നെ നമുക്ക് ഏഷ്യയിലും UAE-യിലും നോക്കുകയാണെങ്കിൽ ദുബായിലുണ്ട് ലെഗോലാൻഡ്, പിന്നെ ജപ്പാനിലുണ്ട്, മലേഷ്യയിലുണ്ട്, പിന്നെ സൗത്ത് കൊറിയയിലുണ്ട്. കഴിഞ്ഞ വർഷം ചൈനയിലെ ഷാങ്കായിൽ ഇവർ വേൾഡ്സ് ലാർജസ്റ്റ് ലെഗോലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഓപ്പൺ ചെയ്തു. ബേസിക്കലി ഇതൊരു റിസോർട്ടും കൂടിയാണ്. അങ്ങനെ ഒരു റിസോർട്ടിൻ്റെ തീമിലുള്ള ഡിസ്നിലാൻഡ് പോലെയുള്ള ആ ഒരു രീതിയിലുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ ബീജിങ്ങിലും ഒരു സംഭവം അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഡിസ്നിലാൻഡ് ഇങ്ങനത്തെ സാധനം. പിന്നെന്താ ചെയ്താൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോ അല്ലേ? യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഏതാണ്? സിംഗപ്പൂരിലുള്ളത്. അതെന്ത് തീമായിരുന്നു? അത് നമ്മുടെ ടോം ആൻഡ് ജെറി, പിന്നെ മറ്റേ അത് അവരുടെ ക്യാരക്ടേഴ്സാണ്. അതായത് ഈ അയൺ മാൻ, ഷ്രെക്ക് ഡിസ്നിയാണ്. ഡിസ്നിയിൽ എന്തൊക്കെയാ? മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, പ്ലൂട്ടോ, പിന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇവരുടെ കോപ്പി റൈറ്റ്സും ഇവരുടെ ക്രിയേഷൻസുമാണ്. അതായത് അതെടുത്ത് നമുക്ക് വെറുതെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ മിക്കി മൗസ് വെച്ചിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങളൊരു ടീഷർട്ട് പ്രിന്റ് ചെയ്ത് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ അവർ കേസ് കൊടുക്കും ഡിസ്നിലാൻഡ്. കാരണം അവരുടെ കോപ്പി റൈറ്റും അവരുടെ ക്രിയേഷനുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരാൾ ലോഗോ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു സംഭവങ്ങളെന്ന് പറയുന്നത്. ഇത് വൻ ഗെയിമാണ്. ഇവിടെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. വേറെ യു ക്യാൻ സിറ്റ് വിത്ത് ദം. പാരൻസിനോ ആർക്കെങ്കിലുമൊക്കെ
യു ക്യാൻ സിറ്റ് വിത്ത് ദം ആൻഡ് യു ക്യാൻ ഹെൽപ്പ് ദം ആൻഡ് യു ക്യാൻ ഷോ ദം ഹൗ ടു ഡു തിങ്സ്. അതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെയൊക്കെ കുട്ടികളെ കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയുണ്ടാവണം. കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കണമെന്നില്ല. നമുക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുട്ടികളെ കൊണ്ട് വരാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ അവരോട് ക്ഷമ കാണിച്ചാൽ അവർ പിന്നീട് നമ്മളോടും ക്ഷമ കാണിക്കും. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇനി നമുക്കിവിടെ വേറൊരു ഗെയിമുണ്ട്. ഇതെന്താ പരിപാടി എനിക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. ശ്വേത, ആർ യു റെഡി? ഡു യു നോ വാട്ട് ഈസ് ഇറ്റ്? എന്താ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. എന്താ സംഭവം ഒന്നും അറിയില്ല. ഋഷി നിനക്കറിയാം എന്താന്ന്? ചാരി ഇരുന്നോ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് അവിടെ പിടിച്ചിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ഉള്ള പോലെ തന്നെ പൊങ്ങിത്താഴുന്ന എന്തോ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് സീ. ഓ വാവ്, ഇത് എന്തുവാടാ? യു ലൈക്ക് ഇറ്റ്? ആ, ഇത് കൊള്ളാട്ടോ. സംഭവം അറിയത്തില്ല. കറകം നടക്കുന്നുണ്ട്. ഐ തിങ്ക് ദിസ് വിൽ തൊമ്പി തിരിച്ചു വെച്ചോ. നല്ല ഋഷിയുടെ മോൻ കാണുള്ളൂ കേട്ടോ. ഇത് പൊങ്ങാൻ പോവാൻ തോന്നും. സംഭവം ഇത്ര ഉള്ളോ? ഇത് പൊങ്ങുന്നുണ്ട് 1 by 1 ആയിട്ട്. നമ്മൾ ചവിട്ടണോ എന്നാലേ പൊങ്ങുള്ളോ? ചേട്ടാ, യു ഹാവ് ടു പെഡൽ ഇറ്റ്. ഈ പെഡൽ ചെയ്താലേ പൊങ്ങുള്ളൂ. ആ, ഇപ്പോഴാ മനസ്സിലായത്. നമ്മളിത് പെഡൽ ചെയ്യണം. നമ്മൾ എത്ര പെഡൽ ചെയ്യുന്നോ അത്രയും അടിപൊളിയായിട്ട് ഇത് പൊങ്ങും. കണ്ടോ, ഞങ്ങൾ പൊങ്ങി ചേരാ. ഇത് സ്പീഡിൽ ചവിട്ടിയാലേ ഇത് പൊങ്ങുള്ളൂ. ഓ, കഴിഞ്ഞല്ലോ. സാന്റാക്ലോസ് വരുന്ന ഇതായിരുന്നു അല്ലേ? ആ, നമ്മൾ എന്താ സംഭവം എന്നുള്ള കത്താൻ ലേറ്റ് ആയിപ്പോയി. അതാ പറ്റി പോയി. ഏത് ഗേളിനെ കണ്ടാലും പോകും. ആ, പോയി നിൽക്ക് ഫോട്ടോ എടുക്കാം. അയ്യോ, ഉമ്മയൊക്കെ കൊടുക്കുന്നടി പോയിട്ട്. എനിക്ക് വയ്യ. ഇതാരാ? ഋഷിയുടെ ഗേൾ ഫ്രണ്ട് ആണോ? ആണോ? പേരെന്താ ഗേൾ ഫ്രണ്ടിന്റെ? ബൂപ്പയോ? ബൂപ്പ കേട്ടോ. ഋഷിയുടെ ഗേൾ ഫ്രണ്ട് ആണ്. പുതിയ ഗേൾ ഫ്രണ്ടാ ഋഷിയുടെ. കണ്ടോ, ലെഗോസ് വെച്ചുണ്ടാക്കിയ ഋഷിയുടെ ഗേൾ ഫ്രണ്ടാ. കണ്ടോ, നൈസ്. ബിൽഡ് ടു ഗീവ് എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു വണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ആക്ടിവിറ്റീസിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമുക്ക് കിട്ടിയ ഫിഗർ അതാണ് സംഭവം. മനസ്സിലായോ? ഇത്രയും ഫിഗേഴ്സ് ഉണ്ട്. ഇത് കളക്ട് ചെയ്യുന്ന ഭ്രാന്തന്മാരുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് സംഭവം. ഇതിന് കളക്ട് ചെയ്യുന്ന ഭ്രാന്തന്മാരുണ്ടാവും. നമുക്കിതിൻ്റെ വില അറിയത്തില്ല. അതാണ്. അപ്പോൾ ഇവിടെ കുറേ ഇതുപോലെയുള്ള കിഡ്സ് പ്ലേ ഏരിയയിൽ കുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ച് പഠിക്കുന്ന കാണാം. ഇതുപോലെ ഇഷ്ടംപോലെ ലെഗോസ് അവിടെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്ന കാണാം. എത്ര സമയം വേണ്ടില്ല അത് സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ഇതുപോലെ കുറേ ഷേപ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലെന്നേക്ക് കേട്ടോ, ഭംഗിയുണ്ട് കേട്ടോ. നല്ല, അത് ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കിനും നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട്. നല്ലൊരു പരിപാടിയുണ്ട്. ഓരോ ആളുകൾക്ക് ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഇത് കളിക്കുന്ന സ്ഥലമാണ്. ഋഷി കളിക്ക്. ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. കമോൺ, ലെറ്റ്സ് ഗോ. ശ്വേതയായിരിക്കും മിക്കവാറും ഇവിടെ ഇരുന്ന് കളിക്കുക. ഋഷി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആവണം, എന്നാലേ പറ്റുള്ളൂ. അങ്ങനെ ഋഷിക്ക് വേണ്ട സ്ഥലം കിട്ടി. ഇതിനകത്ത് കയറിയിട്ടുണ്ട് കളിക്കാനായിട്ട്. ഇതിനകത്ത് ഋഷിക്ക് മാത്രമല്ല, പാരൻസിനും കയറാം, വലിയ ആൾക്കാർക്കും കയറാം, ആർക്കും വേണമെങ്കിലും കയറാം. ഇത് ബേസിക്കലി ആൾക്കാർ ഇവിടെ വരുന്നത്, ഇതിന്റെ പ്രാന്തുള്ള ആൾക്കാർ ഇത് കളിക്കാൻ വേണ്ടി വരുന്നവരാ. ഇത് കണ്ടില്ലേ? ഇത് വെച്ച് ഓരോന്ന് ഉണ്ടാക്കി കളിക്കണം ഇവിടെ ഇരുന്നിട്ട്. ഇവിടെ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതാണ് പരിപാടി. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും ഇതുപോലെ ഇരുന്ന് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഏജ് സംഭവങ്ങളൊന്നുമില്ല. ലെഗോസിന് അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല. ആർക്കും വേണേൽ കളിക്കാം, ആർക്കും വേണേൽ ചെയ്യാം. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ശ്വേത ഒരു ലെഗോ പ്രാന്ത ഉള്ള ഒരാളാണ്. വീട്ടിൽ കുറേ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഐ തിങ്ക് ശ്വേത ഈസ് ട്രൈങ് ടു ഡു സംതിങ് ഹിയർ നൗ. ഹായ് പറ. ഇതിവിടെ ബിൽഡ് ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ശ്വേത അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു വണ്ടി ഉണ്ടാക്കുക. വണ്ടി ഉണ്ടാക്കിയിട്ട് ഇവിടെ പലതരത്തിലുള്ള ടെസ്റ്റിംഗ് പരിപാടികൾ ചെയ്യുക. ഇത് ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കുലുങ്ങി വീഴുന്നുണ്ടോയെന്നുള്ള ടെസ്റ്റ്. പിന്നെ വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വണ്ടി ഇവിടെ പലതരത്തിലുള്ള ഇതുപോലെയുള്ള ടെസ്റ്റിംഗ് പരിപാടികൾ അങ്ങനെയൊക്കെയുണ്ട്. ഋഷി ലെഗോ ബൈക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സാധനം. താഴെ ഇരിക്കും, താഴെ. ബൈക്ക് എങ്ങനെയാ? ബൈക്കിന്റെ സൗണ്ട് ഉണ്ടാക്കിയേ. ഉണ്ടാക്കേ. ഞങ്ങളങ്ങനെ വലിയ മെനക്കിടാൻ മൈൻഡുള്ള ആളല്ല. അവരെന്നെ പോലെയാ. ഇതിന് കുത്തിയിരുന്ന് മെനക്കെടാനുള്ള ശ്രമം വേണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ.
ഋഷി അങ്ങനത്തെ ഒരാളല്ല, അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിക്കാറില്ല. അവൻ ഇതുവരെ അത് ഉണ്ടാക്കാനായിട്ട് കുത്തിയിരുന്ന് ഞാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ല. വീട്ടിൽ എന്തൊക്കെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതല്ലാതെ വേറെ പരിപാടികളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. Do you really think this place is worth for money? ഇല്ല. ഇത്രയും കാശ് കൊടുത്തിട്ട് വരാനുള്ളതുണ്ടോ? സത്യം പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേടി, ഇവരുടെ സാധനം, ഇവരുടെ പ്രൊമോഷൻ ഫുള്ള് ലെഗോ 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 അല്ലേ? നമ്മുടെ ഇത് പൈസ വാങ്ങിച്ചിട്ട് എന്താ സംഭവം എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കാശും കൊടുത്ത് നമ്മളിവിടെ ഇത് വെച്ച് കളിച്ച് എന്നിട്ട് നമ്മൾ അവർക്ക് കാശും കൊടുത്ത് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും. ശരിക്കും ഈ ലെഗോ എന്ന് പറയുന്ന ബ്രാൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബാക്കി ഇതേപോലത്തെ സാധനങ്ങൾ ഇതിൻ്റെ നാലിലൊന്നും വിലയില്ലല്ലോ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഈ സാധനം? ആലോചിച്ച് നോക്കി. ഇത് വേറെ സംഭവമുണ്ട്, ഇതിനകത്ത് കുട്ടികളില്ലാതെ ഇവർ കയറ്റില്ല. 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായമുള്ള ഒരു കുട്ടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കയറ്റത്തുമില്ല. നമ്മൾ അമ്മയും മോനും കൂടെ വണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് ക്രിയേഷൻ, മോൻ പെറുക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അതായത് ശ്വേത ഓരോന്ന് പറയും, ഇതെടുത്താന്നൊക്കെ പറയും. അവൻ അവിടെ ഇവിടെയൊക്കെ പോയി തപ്പി എടുത്തുകൊണ്ട് അതൊക്കെ എടുത്തു കൊടുക്കും. ശ്വേത നല്ല ക്ഷമയുള്ള ആളാണ്, എനിക്ക് ഈ കാര്യത്തിൽ ഒട്ടും ക്ഷമയില്ല. ശരി, ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇപ്പൊ ഭ്രാന്ത് പിടിക്കുന്നു. ഓ, ഇത് എന്ത് വണ്ടിയാ ശ്വേത? എന്തോ ഒരു വണ്ടി, ഞാൻ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. എന്തായാലും തരൂ, ഋഷി പോയി കളിക്കട്ടെ. ഇവിടെ എല്ലാ കുട്ടികളും വന്നിട്ട് ഓരോ വണ്ടി ഉണ്ടാക്കി അവിടെ പോയി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഋഷിക്ക് വണ്ടി ഇല്ലായിരുന്നു, അപ്പൊ ശ്വേത വണ്ടി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവൻ മുമ്പേ അവനുണ്ടല്ലോ, മുമ്പേ ഋഷി അവന്റെ വണ്ടി എടുത്തപ്പോ അവൻ ഇതേപോലെ ചെയ്തതാ. അവൻ ഋഷി മുമ്പേ അവന്റെ വണ്ടി എടുത്തപ്പോഴത്തേക്ക് അവൻ തട്ടിപ്പറിച്ചോണ്ട് പോയതാ. ഇപ്പൊ വന്നപ്പോഴത്തേക്കും ഞാനിവിടെ പോസ്റ്റ് ആയി ഗൈസ്. ഇവിടെ അമ്മയും മോനും വരുന്നില്ല, ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ, ഒരാൾ അവിടെ കളി, ഒരാൾ ഇവിടെ വണ്ടി ഓടിക്കും, വണ്ടി ഉണ്ടാക്കുന്നു. ഋഷി എവിടെ? ഋഷി എവിടെ? ഞങ്ങളിപ്പോ ഇവിടെ 4D തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. 4D ഷോ ഉണ്ട് ഇവിടെ, 4D ഷോ കാണാനായിട്ട്. എവിടെ കന്നഡ? എവിടെ കന്നഡയൊക്കെ വെച്ചേ? എന്നാലേ കാണത്തുള്ളൂ, മനസ്സിലാവുള്ളൂ. 4D ഷോ ആണെന്ന് മനസ്സിലാവണ്ടേ? തിരിച്ചു വെക്ക്. ഇതാരേ, ഇത് ഋഷിയാണോ? നോക്കിയിട്ട് ഋഷി കണ്ടോടി. വാവ്, ഇത് 4D ഋഷിയാണ് അല്ലേ? 4D ഋഷി കേസ്. ശരിക്കും ഇത് ഇതുകൊണ്ടല്ലേ കറക്റ്റായിട്ട് കാണുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചറിയാം ഇത് എങ്ങനെയാ സംഭവം എന്നുള്ളത്. ഇത് കണ്ടല്ലേ, നോക്കി. ഓ വാവ്, ഇത് കണ്ടോ? ഞാൻ കണ്ണാടി ലെൻസിന്റെ മുമ്പിൽ വെച്ചപ്പോഴത്തേക്കിനും അത് കറക്റ്റായിട്ട് 4D ആയിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഓഫ് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് വന്നപ്പോഴത്തേക്കിനും ഇത് കണ്ടില്ലേ, മാറി മറിഞ്ഞ്. ഇത് കണ്ടോ ചേട്ടാ? ഇതിപ്പോ കണ്ടോ ആ ടെക്സ്റ്റ് കണ്ടോ? ഇത് വെച്ചപ്പോ കറക്റ്റ് ആയോ ടെക്സ്റ്റ്? ഗൈസ്, ഇത് ചൈനീസിലാണ് ഗൈസ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഫുൾ ചൈനീസ്. പെട്ടു ഗൈസ്. ഇത് കണ്ടോ, ലെഗോലാൻഡിലെ ടോയ്ലറ്റ് ആണെന്ന്. എനിക്ക് ആ ടോയ്ലറ്റ് ഫുൾ കിഡ്സ് തീമിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. കുഞ്ഞുങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പാകത്തിന് ഹൈറ്റൊക്കെ താത്തി വെച്ചിട്ടുള്ള സാധനം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥലത്തും ഇതൊന്നും ഇല്ല, ഹൈറ്റ് താത്തി വെച്ചുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമില്ല, കുഞ്ഞു കുട്ടികൾക്ക് വാഷ് ബേസിൻസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വളരെ കുറവാണ്. എപ്പോഴും നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് കൈ കഴുകണം. ഇതിപ്പോൾ പലയിടത്തും കോമൺ ആയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇപ്പോഴും കോമൺ ആയി വന്നിട്ടില്ല. ഇവിടെ ഞാൻ കട്ട പോസ്റ്റാണ് കേസ്. ഇവിടെ അമ്മയും മോനും കൂടെ ബ്ലോക്ക് ഉണ്ടാക്കി തകർത്തോണ്ടിരിക്കുക. ഒരു വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും വരുന്നില്ല. അവനും വരുന്നില്ല, ശ്വേതയും വരുന്നില്ല. ചെയ്തോളൂ. ക്രിസ്മസിന്റെ സമയത്തുണ്ടാക്കിയ ക്രിസ്മസ് കേക്കും ബാക്കിയുള്ള സംഭവങ്ങളും, അതും ലെഗോസ്. ഈ ക്ലോക്ക് കണ്ടോ? ഇത് വർക്കിംഗ് ക്ലോക്കാണേ. ഈ ഒരു ക്ലോക്ക് ടവർ പോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല എനിക്ക്, എന്ത് ഡീറ്റെയിലിംഗ് അല്ലേ? ശരിക്കും ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ലെഗോസ് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര വർക്കാട്ടോ, നല്ലൊരു ആർട്ട് വർക്കായത് ഗൈസ്. ഇത് വരുന്നില്ല ഗൈസ്. അമ്മയ്ക്കാണ്, മോൻ പ്രശ്നമൊന്നുമില്ല, മോൻ റെഡിയാണ് പോകാനായിട്ട്. അമ്മ വരുന്നില്ല ഗൈസ്. ശ്വേത അവിടെ വീടുണ്ടാക്കി തീർന്നിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ആർക്ക് വേണം ചിക്കൻ നഗറ്റ്സ്? ഷൂ ഇട്ടിട്ട് വരൂ. ആശാൻ ഇവിടെ കളിച്ച് മതിയാവുന്നില്ല. നിന്ന് കഴിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ പ്ലേ ഏരിയ ആൻഡ് ദിസ് ഈസ് ദ ഡൈനിങ് ഏരിയ. കം. ചിക്കൻ നഗറ്റ് അവൻ കഴിച്ചോളൂ. എന്തോടി അപ്പൊ വായിലിട്ട് കൊടുത്താലേ പറ്റുള്ളൂ. അവൻ കഴിച്ചോളൂ. ആ സാധനം അത് കൈ കഴുകി കൊടുക്കുന്നുണ്ട്. അവിടെ വാഷ് ഏരിയ ഉണ്ട്. അതെ,
Rishi, did you like this place? You like it? Yes, we like it. Guys, we are eating the tea. എന്താ കഴിക്കുന്നത് പറ എന്താ കഴിക്കുന്നത് പറ നാളം വന്നു ഗൈസ് പറയ് എന്താ കഴിക്കുന്നത് പറയണ്ടേ നാണോ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മള് ഈ വഴിയാ പോറാണ്ട് ഇതല്ലേ എക്സിറ്റ് ഇതാണ് ഗിഫ്റ്റ് ഷോപ്പ് ആൻഡ് എക്സിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇനിയാണ് വീണ്ടും ഉള്ള പരിപാടികൾ എല്ലാം വേണ്ടി വരും ഇവിടെ ഉള്ളത് എല്ലാം വേണ്ടി വരും അത് ഫോർ ഷുവർ എല്ലാം വേണ്ടി വരും ഇത് ഫുൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇതിന്റെ സ്ഥലമാണ് കണ്ടില്ല 4+, 7+ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രോഡക്റ്റുകളെല്ലാം ഇതേപോലെ ഏജ് ഒക്കെ കൊടുത്തിട്ട് 12+, ഇതൊക്കെ 12+ തന്നെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഓരോ പ്രോഡക്ട്സിനും ഏജ് ഒക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇനി വേറെ സ്ഥലത്ത് പോവാം ഇനി ഇഷ്ടംപോലെ സ്ഥലത്ത് പോകാനുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇനിയിപ്പോ കൊണ്ടുപോവാ ഇത് ശ്വേത ഉണ്ടാക്കിയായിരുന്നത് യെസ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലോ ബാ നമുക്ക് പതുക്കെ ഇറങ്ങാം ലെഗോസിന്റെ കീ ചെയിൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും അതെ ഇനി പെട്ടിക്കകത്ത് സ്ഥലമില്ല എന്ന് ഉണ്ടോ ശ്വേത പെട്ടിക്കകത്ത് സ്ഥലം ബാ അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ 10,000-10,000 രൂപ മുടക്കി പോകാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെർത്ത് നമ്മൾ എന്താ പറയാ ലുലു മോളിലും സെൻട്രൽ സ്ക്വയറിലും ഒക്കെ ഉള്ള ഒരു പ്ലേ ഏരിയയിൽ പോകുന്ന പോലത്തെ ഒരു സ്ഥലം ഫാമിലീസിന്റെ ഒക്കെ പ്ലേ ഏരിയയിൽ പോകുന്ന പോലത്തെ ഒരു സ്ഥലം പക്ഷെ ഇത് ലെഗോയുടെ സംഭവമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ലെഗോ ലാൻഡ് ഡിസ്കവറി സെന്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേരുണ്ട് എന്നുള്ളത് മാത്രമാണ് കണ്ടുപിടിച്ച ശ്വേത അതൊക്കെ നിനക്ക് എത്ര വയസ്സായി ഹൗ ഓൾഡ് ആർ യു 4 ഹൗ ഓൾഡ് ആർ യു ചോദിച്ചപ്പോ അത് ഇംഗ്ലീഷ് കളിച്ചു 4 കേട്ടായിരുന്നു അത് 4 എന്ന് പറയുന്നത് 4 അപ്പൊ നീ അവിടെ പോയിക്കോ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വേറെ പുറത്ത് ഞങ്ങള് ബോട്ടിൽ കയറാൻ പോവാ കമോൺ ഗൈസ് ഇതാണ് അവസ്ഥ കണ്ടില്ലേ നമ്മൾ എവിടെ പോയാലും ഇപ്പൊ എത്ര മണിക്കൂറായെന്നറിയോ അതിനകത്ത് കയറിയിട്ട് അമ്മയും മുന്നിക്കൊണ്ടിരുന്നത് അതാണ് സംഭവങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കിഡ്സ് ആയിട്ടുള്ള യാത്രകളിൽ നമ്മളുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് തന്നെ അവിടെ പോകണം എന്റർടൈൻമെന്റ് ഇതെല്ലാം ഇത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വി ഹാവ് ടു ഗോ ദിസ് വേ ഓൺലി കം തീരുമില്ല ഗൈസ് ഇത് ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ലെഗോലാൻഡ്